ഫസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നത് എൻ ഇ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് വെരി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി 2 pi m kt all raised to 3/2 divided by h cube 2.612 എന്നാണ് കണ്ടീഷൻ പറഞ്ഞിരുന്നത്. അതായത് എക്സൈറ്റഡ് ലെവലിൽ മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇനി ഇതാണ് ലിമിറ്റിംഗ് വാല്യൂ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ലിമിറ്റിംഗ് വാല്യൂ കൂടിയാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ബോസ് ഐൻസ്റ്റീൻ, അതായത് ഈ ലിമിറ്റിംഗ് വാല്യൂ എക്സീഡ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പോൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവണം, ഇതിനേക്കാൾ കൂടണം. കാരണം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ, അതായത് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ലോവർ നിന്നാണ് വരുന്നത്, 0 നിന്നാണ് വരുന്നത്. അപ് ടു ദിസ് വൺ എവിടെ വരെ പോകുള്ളൂ, എക്സൈറ്റഡ് ലെവലിലാണ് പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുക. ഇതിനേക്കാൾ കൂടുമ്പോൾ മാത്രമാണ് ബാക്കിയുള്ള പാർട്ടിക്കിൾ, അതായത് ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള പാർട്ടിക്കിൾ എവിടേക്ക് കൊണ്ടുവരിക, അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈ വാല്യൂവിനേക്കാൾ എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. 2 pi m kt all raised to 3/2 divided by h cube 2.612. This is the condition for the Bose-Einstein condensation. This is the condition for the Bose-Einstein condition നടക്കണമെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വി 2 pi m kt all raised to 3/2 divided by h cube into 2.612. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എന്നും വിയും നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റൻറ്റ് ഫിക്സ് ചെയ്തു. ടെമ്പറേച്ചർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് വേരി. അപ്പോൾ ഫ്രം ദിസ് വൺ ടെമ്പറേച്ചർ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, T⁻³ എന്ന് പറയുന്നത് ലെസ് ദാൻ, കാരണം ടെമ്പറേച്ചർ എന്ന് ലെസ് ദാൻ ഈക്വൽ ടു, ഇത് ഇവിടെ നിർത്തി ബാക്കിയുള്ള ടേംസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണേ, അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എന്ത് വരും, NH cube divided by V 2 pi m k all raised to 3/2 into 2.612. Okay, then T is less than or equal to NH cube divided by V 2 pi m k all raised to 3/2 into 2.612 whole power of 2/3. Okay, this is the condition for the temperature for Bose-Einstein condensation. Bose-Einstein condensation നടക്കാനുള്ള ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷനാണ് എന്ത് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനേക്കാളും എന്തായിരിക്കണം, കുറവാണെങ്കിൽ മാത്രമാണ് ബോസ്-ഐൻസ്റ്റീൻ, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇതിനേക്കാൾ കുറവായിരിക്കണം എന്തിനുണ്ടാവാണ്ട്, ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ത് ചെയ്യുന്നുള്ളൂ, നടക്കുന്നുള്ളൂ. ഈ ഒരു ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ TC, where TC is equal to NH cube divided by V 2 pi m k all raised to 3/2 into 2.612. ഈ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് all raised to 2/3. ഈ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ. ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ എന്നാണ് ഇതിന് പറയാം. ഇത് എന്ത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൻഡ് പാർട്ടിക്കിൾ ഡെൻസിറ്റി. ഇപ്പോൾ മാസിനെയും അതുപോലെ n/v എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ പാർട്ടിക്കിൾ ഡെൻസിറ്റി. പാർട്ടിക്കിൾ ഡെൻസിറ്റിനെയും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ഇഫ് ടി ഈസ് TC ലെസ് ദാൻ TC ആണെങ്കിൽ മാത്രമാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, നടക്കുന്നുള്ളൂ. അതായത് പാർട്ടിക്കിൾസ് എവിടെയായിരിക്കും ഓക്യുപ്പൈ ചെയ്യുക, ഗ്രൗണ്ട് ലെവലിലായിരിക്കും. T ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു TC ആണെങ്കിൽ എന്തായിരിക്കും, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ നടക്കില്ല, കാരണം എക്സൈറ്റഡ് ലെവലിലായിരിക്കും എന്തുണ്ടാവുക, പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യാം. ഓക്കെ, ഇനി ഇഫ് T is equal to TC ആണെങ്കിൽ, T is equal to TC ആണെങ്കിൽ this is equal to, from this equation
ദിസ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. ഈ ഇക്വേഷൻ ഉണ്ട്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എൻ എച്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ വി 2πmk ഓൾ റേസ് ടു 3/2 2.612. ടി സി ആവുമ്പോൾ എന്താ പറയുക, ഓക്കെ, ഓൾ റേസ് ടു 2/3. ഓക്കെ ഓക്കെ ഫ്രം ദിസ് n is equal to, ഇതിന് നമുക്ക് n കാണാൻ പറ്റും. n is equal to നമുക്ക് എന്ത് കിട്ടും? v 2πmk tc divided by h cube v 2πmk tc all raised to 3/2 divided by h cube into 2.612. This is the total number of particles n at tc, characteristic temperature corresponding ആയിട്ടുള്ള number of particles ആണ്. Then n is equal to, ne നമുക്ക് എങ്ങനെ എഴുതാം? ടി സിനേക്കാൾ ടെമ്പറേച്ചർ കൂടുതലാവണം. അപ്പോൾ അത് ആ ടെമ്പറേച്ചർ നമ്മൾ ടി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. വി 2πmkt ഓൾ റേസ് ടു 3/2 h ക്യൂബ് 2.612. ഓക്കെ, ഫ്രം ദിസ് ടു ഇക്വേഷൻ എൻ ഇ ഡിവൈഡ് ബൈ എൻ ഇ നമുക്ക് കണ്ടുകൂടെ? എൻ ഡിവൈഡ് ബൈ എൻ എല്ലാ ടൈമും ഈക്വലാണ്. ടിയും ടി സിയും തമ്മിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൻ ഇ ഡിവൈഡ് ബൈ എൻ ഈക്വൽ ടു ടി ഡിവൈഡ് ബൈ ടി സി ഓൾ റേസ് ടു 3/2. ഫ്രം ദിസ് എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ടി ഡിവൈഡ് ബൈ ടി സി ഓൾ റേസ് ടു 3/2. അങ്ങനെയാണെങ്കിൽ n0 ഈക്വൽ ടു n മൈനസ് എൻ ഇ, that is equal to n minus n e എന്ന് പറഞ്ഞാൽ എന്താണ്? this one n into t by tc all raised to 3/2. that is n0 divided by n is equal to, ഇവിടെ n e divided by n കിട്ടിയിട്ടുണ്ട്. n0 divided by n is equal to എന്ത് കിട്ടും? 1 minus t divided by tc all raised to 3/2. ഓക്കെ, ഇനി അറ്റ് ടി ലെസ് ദാൻ ടി സി ആകുമ്പോൾ, ടി സിനേക്കാൾ കുറവാണെങ്കിൽ ദ സിസ്റ്റം ലുക്ക്ഡ് ഓൺ ആസ് എ മിക്സ്ചർ ഓഫ് ടു ഫേസ്. രണ്ട് ഫേസ് ആയിട്ടാണ് എന്ത് ചെയ്യുക? ടി ലെസ് ദാൻ ടി സി ആകുമ്പോൾ എന്ത് ചെയ്യുക? കിട്ടുക. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് നോർമൽ ഫേസ് ആണ്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് ഫേസ്. നോർമൽ ഫേസ് എന്ന് പറഞ്ഞാൽ അവിടെ കൺസിസ്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എൻ ഇ ആയിരിക്കും. വേറെ എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ടി സി ഓൾ റേസ് ടു 3/2 ആണ്. ഇത് ഒക്യുപ്പൈ ചെയ്യുന്നത് അറ്റ് എപ്സിലോൺ നോട്ട് ഈക്വൽ ടു 0 അതായത് നോർമൽ ഫേസ് ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ ഓക്യുപ്പൈഡ്. ഈ പാർട്ടിക്കിൾ occupied at the ground excited level, അതായത് എപ്സിലോൺ നോട്ട് ഈക്വൽ ടു 0. കണ്ടൻസ്ഡ് ഫേസ് ആണെങ്കിൽ കൺസിസ്റ്റിംഗ് n0 പാർട്ടിക്കിൾസ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു n മൈനസ് n0 ne. ഇത് ഒക്യുപ്പൈ ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേജിലായിരിക്കും. എപ്സിലോൺ ഈക്വൽ ടു 0. ഈ രണ്ട് കമ്പാരിസണും, അതായത് എൻ ഇ ഡിവൈഡ് ബൈ എന്നും n0 ഡിവൈഡ് ബൈ എന്നും തമ്മിൽ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലേക്കും കിട്ടാം. ഇത് ടി ഡിവൈഡ് ബൈ ടി സി, ഇത് എൻ ഇ ഡിവൈഡ് ബൈ എന്നോ n0 ഡിവൈഡ് ബൈ എന്നോ. ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ എൻ ഇ ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞ ഗ്രാഫാണ്. ഈ ഗ്രാഫ് ഡിനോട്ട് ചെയ്യുന്നത് n0 ഡിവൈഡ് ബൈ n. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ, ടി സിനേക്കാൾ കുറവാണെങ്കിൽ
അവിടെ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ ആയിരിക്കും നടക്കുക. കാരണം കൂടുതൽ പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുക N0-ലായിരിക്കും. ആ സമയത്ത് എക്സൈറ്റഡ് ലെവലിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്നുള്ളത് 0 ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ബോസ് ഐൻസ്റ്റൈൻ, അതായത് ഗ്രൗണ്ട് ലെവലിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം എവിടേക്ക് പോകും? എക്സൈറ്റഡ് ലെവലിലേക്ക് പോകും. അതായത് പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുക എവിടെയായിരിക്കും? എക്സൈറ്റഡ് ലെവലിലായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. സോ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത കണ്ടീഷനാണ് ടെമ്പറേച്ചറിൻ്റെ ലാർജ് ആണ് ബട്ട് ഫൈനൈറ്റും ആയിരിക്കും. ഇൻഫൈനൈറ്റ് എന്നുള്ള കണ്ടീഷനല്ല, ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ച റിലേഷൻ്റെ CV/NK എന്തായിരുന്നു റിസൾട്ട്? 3/2 1 + 0.0884 λ³/ν plus 0.066 0066 λ³/ν whole square plus etc. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ഐ ആണ് ബട്ട് ഫൈനൈറ്റുമാണ്. വെരി ലാർജ് ടെമ്പറേച്ചർ ബട്ട് ഫൈനൈറ്റ് ആണ് ബട്ട് ലാർജ് ടെമ്പറേച്ചർ ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് CV എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാർജർ ദാൻ 3/2 NK. 3/2 NKനേക്കാളും ലാർജ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. നമ്മൾ ഫൈനൈറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഫൈനൈറ്റ് ടെമ്പറേച്ചർ ആയപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞത് 3/2 NK ആണ്. അപ്പോൾ ഫൈനൈറ്റും ആണ്, ഹൈയും ആണ്, ഫൈനൈറ്റും ആണെങ്കിൽ 3/2 NKനേക്കാളും ലാർജർ ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. കാരണം എന്താണ്? ടെമ്പറേച്ചർ ഫൈനൈറ്റ് ആകുമ്പോഴാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, എന്നാൽ T എന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും ബട്ട് നോട്ട് 0. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? 3/2നേക്കാളും എന്ത് ചെയ്യും? കൂടുതലായിട്ട് ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 1. ഇതൊക്കെ 0 ആകുമ്പോഴാണ് 1 കിട്ടുക. ഇത് 0 അല്ലെങ്കിൽ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റി എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ 3/2 NKനേക്കാളും എന്ത് ചെയ്യും? വാല്യൂ എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇതിൻ്റെ ഒരു കർവ് എന്ന് പറയുന്നത് CV ടെമ്പറേച്ചറിൻ്റെ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു കർവായിരിക്കും. നെഗറ്റീവ് സ്ലോപ്പുള്ള ലാസ്റ്റ് നമ്മൾ വരക്കുന്നുണ്ട്, കർവ് നമ്മൾ വരക്കുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് സ്ലോപ്പായിട്ടുള്ള കർവായിരിക്കും ഇതിൻ്റെ കേസിൽ കിട്ടുക. ഇതിൻ്റെ കേസിൽ നമുക്ക് കിട്ടാം. ഇനി T → 0 ആണെങ്കിൽ, T = 0 ആണെങ്കിൽ നമുക്കിവിടെ CV/NK എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, ലോ അല്ല 0 ആണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. 0 ആയിട്ട് കിട്ടി. മറ്റേത് 0 ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കർവ് എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് നമുക്ക് കിട്ടുക. x-ആക്സിസിൽ T/TC കൊടുക്കുക, y-ആക്സിസിൽ CV/NK കൊടുക്കുക. ഓക്കെ, ഈ രീതിയിലാണ് കർവ് കിട്ടുക. അതായത് ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ, ടെമ്പറേച്ചർ ഈസ് വെരി ലോ, ടെമ്പറേച്ചർ ലോ ആണെങ്കിൽ, ടെമ്പറേച്ചർ 0 ആണെങ്കിൽ CV എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0 ആയിരിക്കും. ഇനി ഫൈനൈറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ, ഇൻഫൈനൈറ്റ് ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞാൽ മാക്സിമം ടെമ്പറേച്ചർ. ആ സമയത്ത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? CV/NK 1.5 എന്ന് പറഞ്ഞാൽ 3.2 NK ആയിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ബട്ട് ലാർജും ആണ് ബട്ട് ഫൈനൈറ്റും ആണ്. ഇൻഫൈനൈറ്റ് അല്ല, ഫൈനൈറ്റ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും ഇതിനുണ്ടാവുക, ദിസ് കർവ്. ഓക്കെ, ഇവിടെ ഈ ഇത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ CV പ്രൊപ്പോർഷണൽ ടു T⁵3/2 റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിലാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഓക്കെ,
ഇനി നമുക്ക് മാക്സിമം വാല്യൂ 1.925 ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അതിൻ്റെ ഒരു കേസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി T<Tc ആണെങ്കിലാണ് ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ നടക്കുക നമ്മൾ പറഞ്ഞു. ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ N0 എന്നുള്ളത് എന്തായിരിക്കും, മാക്സിമം വാല്യൂ ആയിരിക്കും. മാക്സിമം വാല്യൂ N0 മാക്സിമം ആണെങ്കിൽ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് ഓക്കെയാണ്. അതായത് T<Tc ആണെങ്കിലാണ് ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ നടക്കുക. ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിലായിരിക്കും കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ N0 ഇഫ് മാക്സിമം. N0 മാക്സിമം ആണെങ്കിൽ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി നമ്മൾ എനർജിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനർജി ഈസ് ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ ഡിവൈഡഡ് ബൈ z⁻1 e⁻β⁻1. ദെൻ സെറ്റിൻ്റെ വാല്യൂ 1 കൊടുക്കുകയാണെങ്കിൽ എനർജി ഈസ് ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ ഡിവൈഡഡ് ബൈ e⁻β⁻1 എന്ന് എഴുതാം. ഇനി സിഗ്മ നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. 1/h³ ഇൻ്റഗ്രൽ 4πv p² dp എപ്സിലോൺ ഡിവൈഡ് ബൈ e⁻β⁻1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4πv ഡിവൈഡ് ബൈ h³ ഇൻ്റഗ്രൽ p² dp എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ ഡിവൈഡ് ബൈ kT-1. കാരണം ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/kT ആണ്. ഇനി എപ്സിലോൺ ഈക്വൽ ടു p² ഡിവൈഡ് ബൈ 2m ആണെങ്കിൽ, എപ്സിലോൺ ഈക്വൽ ടു p² ഡിവൈഡ് ബൈ 2m ആണെങ്കിൽ റിലേഷൻ എന്ന് പറഞ്ഞത് എങ്ങനെ വരും, 4πv ഡിവൈഡ് ബൈ h³ p² dp എപ്സിലോണിന് പകരം p² ഡിവൈഡ് ബൈ 2m ഹോൾ ഡിവൈഡ് ബൈ p² ഡിവൈഡ് ബൈ 2m kT-1. ഇനി p² ഡിവൈഡ് ബൈ 2m kT എന്നതിന് ഞാൻ എന്ത് കൊടുക്കണം, x² കൊടുക്കുകയാണ്. അപ്പോൾ x ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, p ഡിവൈഡ് ബൈ 2m kT ഹോൾ റേസ് ടു 1/2. അങ്ങനെയാണെങ്കിൽ dx ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, dx ഇസ് ഈക്വൽ ടു dp ഡിവൈഡഡ് ബൈ 2m kT ഹോൾ റേസ് ടു 3/2. ഈ 3 വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും, എനർജി ഈസ് ഈക്വൽ ടു 4πv ഡിവൈഡ് ബൈ h³ ഇൻ്റഗ്രൽ p². p²ന് പകരം എന്ത് കൊടുക്കാം, എന്താ ഇവിടെ ഒരു p² ഈസ് ഈക്വൽ ടു 2m kT² 2m kT² എന്ന് കൊടുത്തു. ഇനി വരുന്ന dpക്ക് പകരം ഈ വാല്യൂ കൊടുക്കാം, 2m kT ഹോൾ റേസ് ടു 1/2 dp. dx എന്ന് കൊടുക്കാം. പിന്നെ വരുന്നത് p² ഡിവൈഡ് ബൈ 2m. p² ഡിവൈഡ് ബൈ 2m എന്ന് പറഞ്ഞാൽ s² kT ഡിവൈഡഡ് ബൈ e⁻x-1. That is equal to 4πv divided by h³ ഇൻ്റഗ്രൽ. ഇവിടെ നോക്കാം, s² ഇവിടെ വരുന്നുണ്ട്, s² ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തോന്നു, s⁻⁴ e⁻x-1 dx. ഇനി ബാക്കി എന്നിട്ട് ഇവിടെ 2m ഉണ്ട്, ഇവിടെ 2m⁻1/2 ഉണ്ട്. അപ്പോൾ 2m kT മൊത്തം ടേം എന്ന് പറയുന്നത് 3/2 എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഒരു kTയും കൂടിയുണ്ട്, kT. ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യാം. 4πv ഡിവൈഡ് ബൈ h³. ഈ ടൈമെല്ലാം എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. 2m ഹോൾ റേസ് ടു 3/2 kT ഹോൾ റേസ് ടു 5/2 ഇൻ്റഗ്രൽ s⁻⁴ ഡിവൈഡ് ബൈ e⁻x-1 dx. ഇനി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 3/8 √π
1.341 എന്നുള്ള വാല്യൂ ആണ്. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 4πv/h³ 2m⁻³ kT⁵/2. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 3/8 √π1.341 എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് എനർജി. ഇനി നമ്മൾ പഠിച്ച റിലേഷൻ ഉണ്ട്. TC = എന്തായിരുന്നു? h²/2πmk n/v 2.612 ⁻²3. ഇതിൽ നിന്ന് എന്ത് കാണണം? v കാണണം. അപ്പോൾ v = എന്ത് കിട്ടും? n/2.612 h²/2πmk TC (3/2) എന്ന് കിട്ടും. ഈ വോളിയം എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ വോളിയത്തിൽ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ നോക്കാം. എനർജി = 4π/h³. വോളിയത്തിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തെന്നു? n/2.612 h²/2πmkTC (3/2) പിന്നെ 2m⁻³ KT (5/2) 3/8 √π1.341 എന്നെഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, കോൺസ്റ്റൻ്റ് എല്ലാം നമ്മൾ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം ചെയ്യുമ്പോൾ എനർജി = 0.77 NK T⁵/2 TC⁵3/2. This is the relation for the energy. Then CV = ∂E/∂T. That is equal to 0.77 NK 5/2 T⁵3/2 T⁵3/2 TC. Okay, that is equal to 1.93 NK T/TC (3/2). This is the specific heat. That is equal to CV/NK = 1.93 T/TC (3/2). ഓക്കെ, ഇനി T = 0. CV എന്ന് പറഞ്ഞത് എന്തായിട്ട് വന്നു? 0 വന്നു. T = TC. CV എന്ന് പറഞ്ഞത് എന്തായിട്ട് വന്നു? CV/NK എന്ന് പറഞ്ഞാൽ 1.93. അതാണ് നമ്മുടെ ഗ്രാഫിക്കൽ എന്തായിട്ട് കാണിച്ചത്. T = 0ൽ CVൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് എന്താണ്? 0 ആണ്. T = TC ആകുമ്പോൾ CV/NKൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 1.93, അതായത് 1.925 ആണ് മാക്സിമം വാല്യൂ. അതാണ് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത്രയാണത് സ്പെസിഫിക് ഹീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി കുറച്ച് തിയറിയാണ്. ലിക്വിഡ് ഹീലിയത്തിൻ്റെ കേസിലുള്ള കുറച്ച് തിയറികളാണ്. ഒന്നാമത് പറയുന്നത്, ഒരു ലിക്വിഡ് ഹീലിയം അതിൻ്റെ സ്പെസിഫിക് ഹീറ്റിൻ്റെ ഒരു കർവാണ് ഈ കാണിക്കുന്നത്. ഇവിടെ നോക്കുക, 2 ട്രാൻസിഷൻ. ഇത് കണ്ടുന്നത് എഫ് ലണ്ടൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നടക്കുന്നത് ക്യൂരിയസ് ഫേസ് ട്രാൻസിഷനാണ് നമ്മളിവിടെ നടക്കുന്നത്. ഫേസ് ട്രാൻസിഷൻ ഏത് ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്? ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2.19 ഡിഗ്രി കെൽവിനാണ്. അപ്പോൾ ഫേസ് ട്രാൻസിഷൻ നടക്കുന്ന കെൽവിൻ എന്ന് പറയുന്നത് 2.19 കെൽവിനാണ്, അതായത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ നടക്കുന്നത്. പക്ഷേ ഹീലിയം ആറ്റത്തിൻ്റെ കേസിൽ മാസ് എന്ന് പറയുന്നത് എന്താണ്? 6.65 × 10⁻⁻24 ഗ്രാമാണ്. വോളിയം എന്ന് പറയുന്നത് 27.6 cm³ ആണ്. അങ്ങനെയാണെങ്കിൽ TC തിയറിറ്റിക്കലി നമുക്ക് കിട്ടേണ്ടത്, TCക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്.
ആ റിലേഷൻ വെച്ച് നമുക്ക് ടി സി കിട്ടേണ്ടത് എത്രയാണ്? 3.13ക്ക് ചെറുതായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? 3.13 കെൽവിന് ബിലോ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? 3.13ക്ക് ബിലോ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കിട്ടേണ്ടത്. ഓക്കെ, അതായത് ടി സി എന്ന് പറയുന്നത് 3.13 കെൽവിനാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്? 2.19ലാണ് ഫേസ് ട്രാൻസിഷൻ നടന്നിട്ടുള്ളത്. ഫേസ് ട്രാൻസിഷൻ നടക്കാന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചർ നമ്മൾ എന്താ പറയുക? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നാണ് പറയുക. ട്രാൻസിഷൻ നടക്കുന്ന ടെമ്പറേച്ചറിന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നാണ് പറയുക. അപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് കിട്ടുന്നത് 2.19ഉം തിയറിറ്റിക്കലി നമുക്ക് കിട്ടുന്നത് 3.13. അപ്പോൾ ഇവിടെ നോക്കാം, എക്സ്പെരിമെൻ്റലി കിട്ടുന്ന ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റഡ് ടെമ്പറേച്ചർ നമുക്കിവിടെ കിട്ടുന്നത്. ഇതൊരു എന്താണ്? ഡ്രോബാക്സ് ആണ്. ഓക്കെ, അതായത് ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ നടക്കുന്നത് 2.19, അതായത് ട്രാൻസിഷൻ നടക്കുക ടി സി എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടുമ്പോൾ 3.13 ആണ്. അപ്പോൾ കുറവായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി ഡിഫറെൻറ്റ് ഫ്രം ദ ഒബ്സർവ്ഡ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് ദ liquid.